ഗുണശേഖര, പന്തയമായിട്ട് തന്നെ ഇരുന്നോട്ടറാ. എടാ മിഴിച്ചിരിക്കാതൊന്ന് വണ്ടിയൊക്കെ എടാ. അത് വേണ്ട, ഇനി മുതൽ നിന്റെ പുറകെ നിന്റെ മോൻ തന്നെ കയറിയാ മതി. ബാർബർ കൂടി പോകുന്നതാണ് അതിന്റെ ഒരു ഭംഗി. മുതലാളി, ഓട്ടോ റെഡി. കേറി പോടിയകത്ത്. ചെല്ലിയേച്ചി. ഇതിനൊരു തിരിച്ചടി കൊടുക്കണമല്ലോ അച്ഛാ. സുനന്ദ ഇന്നല്ലേ വരുന്നേ? അതെ. ശാന്തേ, നീ അവൾക്ക് കൂടി ഊണ് കഴിക്കും. അതിനെ സുനന്ദ അമ്മാവൻ വിളിച്ചോണ്ട് വരും. നീ വാടാ. സുനന്ദ മോൾ ഇന്ന് തന്നെയല്ലേ വരുമെന്ന് പറഞ്ഞത്? അതെ, ഇനി വല്ല അസുഖമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പോരാൻ പറ്റാണ്ടായി പോയോന്നാ. മുതലാളി വെറുതെ കാട് കയറി ചിന്തിച്ച് വിഷമിക്കാതിരിക്കെ. സുനന്ദ കുഞ്ഞിനൊരു അസുഖം വരില്ല. ഇനി വരുന്ന വഴിക്ക് വല്ല ആക്സിഡന്റോ മറ്റേ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അല്ല, വരാനുള്ള വഴി തങ്ങില്ലെന്നല്ലേ പറയണത്, അതുകൊണ്ടാ. ഒന്ന് ചുണക്കി നിൽക്കടാ. വണ്ടി വരുന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. സുനന്ദ നമ്മൾ വണ്ടി ഇറങ്ങിയ ഉടനെ നീ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങണം. ശരി, അച്ഛൻ കൂടെ നിന്നോണേ. മോളെ അയ്യോ, വണ്ടി വല്ലേ ആളാണ് ഗുണശേഖരമായ സുനന്ദ. ഇവിടെ ഗുണശേഖരല്ലേ മാറൂല. ഒന്ന് നേരത്തെ നമുക്ക് കാറുണ്ട് മോളെ. ടാക്സി. സുനന്ദേ, യാത്രയൊക്കെ എങ്ങനെ എഴുതി? പരീക്ഷയൊക്കെ സുഖമായിരുന്നോ? അല്ല, യാത്രയൊക്കെ സുഖമായിരുന്നോ? പരീക്ഷയൊക്കെ എങ്ങനെ എഴുതി? യാത്രയും പരീക്ഷയും ഒക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ സുനന്ദ വരുന്നത് കാത്തിരിക്കായിരുന്നു. ഞങ്ങളല്ല, ഇവൻ. എന്തൊരു ആവേശമായിരുന്നു. സുനന്ദ ഇന്ന് വരും, സുനന്ദ നാളെ വരും. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഇവൻ ഉറങ്ങിയിട്ടില്ല. ശരിയാ, ഭയങ്കര കൊതുകടിയായിരുന്നു. അച്ഛൻ എങ്ങനെ അറിഞ്ഞു? കൊതുകടിയൊക്കെ ചുമ്മാ പറഞ്ഞതാ. മോള് കാറക്കറ. ഇതെന്താ കാറൊക്കെ ആയിട്ട്? കാറ് വാടകയ്ക്ക് വിളിച്ചതാ. അച്ഛൻ മത്സരത്തിന്റെ മുടി വെട്ടാൻ പോയിട്ട് വരിക. ഒന്ന് പോടാ അവിടുന്ന്. മോള് കാറക്കറ. നീ ഇവിടെ കയറാം, ഇവിടെ കയറാം. ഉളുത്തി പിടിക്കണം. പോട്ടെ പോട്ടെ, അഞ്ഞു പോട്ടെ. അയ്യോ, എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇനി കുഞ്ഞമ്മയുടെ മീൻകറിയും ചെമ്മീനും എല്ലാം കൂട്ടി ഉണ്ടാൽ അങ്ങ് തടിച്ചോളൂ. ഊണ് കഴിച്ചിട്ട് പോയാ മതി. ബാഗ് മേടിക്കടാ. വേണ്ട, ഞാൻ പിടിച്ചോളാം. പിടിച്ചോളാം. അച്ഛനെവിടെ? അച്ഛൻ വരും. മോൾ അകത്തോട്ടിയല്ലേ? കൊച്ചിനെ കൊണ്ടുപോടി അങ്ങോട്ട്. വരൂ അമ്മായി. ഞാനായിട്ടോനത് നടന്നു വിട്ട്. നീ അങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്ക്. എന്നാത്തിന്? കട്ടിങ്ങിന്. അല്ല, ഷേവിങ്. അയ്യോ, എന്റെ മോന് ചെരക്കാനാ നേരം. പോയാ കൊച്ചിന് ചോറ് കൊണ്ടു കൊടുക്കടാ, എന്നിട്ട് കൊടുത്ത് പിടിക്കടാ. എന്നാതാ? എന്ത് കാര്യത്തിന്? അച്ഛന് പോവാൻ. എനിക്ക് കാറുണ്ടാ. പോരാ ഡ്രൈവർ. ഈശ്വര, പാതി മീശ സംരക്ഷിക്കാൻ എന്റെ അച്ഛൻ പെടുന്ന പാട്. എന്താ ഗുണശേഖര, നിന്റെ മോള് വന്നില്ലേ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? ഓ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നിന്റെ മോള് വന്നില്ലെങ്കിലും എന്റെ മരുമോൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൾ ഇപ്പൊ ചെമ്മീൻ കറി കൂട്ടി ചോറുണ്ടോണ്ടിരിക്കുക. നീ വേഗം വന്ന ചെമ്മീൻ കറി കൂട്ടി നിനക്കും ചോറിനാം. വരട്ടെ. ഡ്രൈവർ വണ്ടിയുടെ. ഞാനോ ചതി പറ്റി. സുനന്ദ മോള് പപ്പുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? നമുക്ക് പപ്പുവിന്റെ വീട്ടിൽ ചെന്നാൽ ചെന്നാ ചെമ്മീൻ കറി കൂട്ടി ചോറിനാം. അയ്യോ, മോളൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ, ഈ അടുത്ത കാലത്ത് ഇത്രയധികം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അത് ഞാനും നോട്ട് ചെയ്തു. നല്ല പോളിംഗ് ആയിരുന്നു. ഇനി നമുക്ക് കഴിക്കാൻ അടുക്കളയിലല്ലോ ബാക്കിയുണ്ടോ അമ്മേ? അതൊക്കെ പോട്ടെ. ജോലി എത്താത്തതിന്റെ നിരാശ കൊണ്ടാണോ ചക്ര ബാർബർ പണി തുടങ്ങിയത്? നിരാശ കൊണ്ടോ അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. കൈക്കൂലിയും ശുപാർശയൊന്നും ഇല്ല. നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ പോവുക തന്നെ ചെയ്യും. അഥവാ കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ജീവിക്കും. ഇതുവരെ പഠിച്ചതെല്ലാം വെറുതെ ആയല്ലോ എന്ന് എന്റെ വിഷമം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജോലി മാത്രമല്ലല്ലോ. ഏത് ജോലിയും ചെയ്യാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ആ, പിന്നെ ഒന്നോർത്താ, സിറ്റിയിലെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന പണി തന്നെയാ ഗ്രാമത്തിലെ ബാർബറും ചെയ്യുന്നത്. വിവരമുള്ളവർ പറയുന്നത് കേൾക്ക്. പാവപ്പെട്ടോ മുടി വെട്ടിയാൽ അവൻ വെറും ബാർബർ. സിറ്റിയിലെ പണക്കാരെ പെമ്പിളർ വെട്ടിയാൽ അത് ബ്യൂട്ടീഷ്യൻ. ഇത് എവിടെ തന്നെ ആയാണ്. അതിരിക്കട്ടെ,
വെട്ടൊക്കെ ശരിക്കും പഠിച്ചോ? പിന്നെ ഞാനിപ്പോ എക്സ്പെർട്ടാ. ഓ, എങ്കിൽ എന്റെ മുടിയിടാറ്റ ഒന്ന് ഷേപ്പ് ചെയ്യാവോ? മുടിയുടെ അല്ല, ഈ മോന്തയുടെ ഷേപ്പ് തന്നെ മാറ്റിത്തരാം. ഓ, ഞാൻ തമാശക്ക് പറഞ്ഞില്ലേ? അച്ഛൻ വന്നാലെന്താ, ഇവിടുന്ന് കൊഞ്ചുകറിയും കൂട്ടി ഊണ് കഴിക്കും. ഞാൻ അന്നപ്പം മുതൽ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് എന്താ എത്ര ടെൻഷൻ? സുനന്ദേ, 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 ഇടി സുനന്ദേ. ഞാൻ വരുന്നു. സുനന്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടുന്നാണെന്ന് ഭക്ഷണം കഴിക്കാറ്. ന്യായം പറയുന്നോടി, നീ ഒരൊറ്റ കാരണം അല്പ സ്വാതന്ത്ര്യം കൊടുത്ത തലേ കയറി നിരങ്ങുന്നവരെ അവരെന്ന് നിനക്ക് അറിയില്ലേ? അച്ഛാ, ഇനി മേലാൽ നീ വീട്ടിനകത്ത് കാലുകുത്തി പോരുത്. അച്ഛനത് എന്ത് പറ്റിയതാ? ഒന്നും പറ്റാതിരിക്കാനാ ഞാനീ പറയുന്നേ. ഇവിടെ ഉള്ള ഒരൊറ്റ എണ്ണത്തോട് നീ മേലാൽ സംസാരിക്കരുത്. എന്റെ വാക്ക് ധിക്കരിച്ചാൽ നീ അമ്മയ്ക്ക് വിട്ടുകണ്ടല്ലോ. നടക്കരുത്, നടക്കാൻ. പോ ഇങ്ങോട്ട്. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാ. ഇങ്ങനൊരു വാശിയുടെയും പഞ്ചായത്തിന്റെയും കാര്യം ഉണ്ടായിരുന്നോ? അമ്മ എന്നെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ടാ അവരെന്നെ നോക്കിയിട്ടുള്ളത്. അവരെ കാണരുത്, സംസാരിക്കരുതെന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടം തന്നെയാ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ പോവും. ദേ, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എന്റെ മോളാണെന്നൊന്നും ഞാൻ കരുതില്ല. കൊന്ന് കുഴിച്ചു കൂടിക്കളയും. ഒരേത്ത് അവര് കൊച്ചുകുട്ടിയല്ലേ. എന്റെ അമ്മയുടെ പോടിയകത്ത്. എന്തായി ആലോചിക്കണേ? എന്നും അവനുമായിട്ടല്ലേ കൂടിക്കൊണ്ടിരുന്നത്. അവനില്ലാഞ്ഞിട്ട് കഴിക്കാൻ കൂടെ പറ്റുന്നില്ലടി. എടി, ഞാൻ അവനെ പോയി വിളിക്കട്ടെ. എന്തിനാ വെറുതെ നാണം കിടുന്നത്? വരില്ലെന്നറിയാമല്ലോ. ശരിയാ, അവൻ വരില്ല. വേലി കിടന്ന പാമ്പിനെ എടുത്ത് ലങ്കോട്ട് കെട്ടിയ അവസ്ഥയിലാ ഞാൻ. കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് ചക്രം ഒന്ന് സ്ട്രോങ് ആവണം. ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. സ്വന്തം തന്തയുടെ പാതി മീശ ഞാൻ തന്നെ വടിച്ചു കളയേണ്ട ഗതികേട് വരുമെന്നാ ഇപ്പൊ എന്റെ പേടി. അതവിടെ നിൽക്കട്ടെ. അതെങ്ങനെ നിർത്താൻ പറ്റും? പഞ്ചായത്തിൽ തൊട്ട മീശ പോയില്ലേ? മീശയുടെ കാര്യമല്ല, ആദ്യം സുനന്ദയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഗുണസേന ഒതുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എങ്ങനെയാ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പ്രേമം എന്നൊക്കെ പറയുന്നത്? സ്വന്തം അച്ഛനമ്മയും പച്ചക്കൊടി കാണിച്ചതല്ലേ? മുഖത്തോക്കി പറയണ്ട, കാലും നോക്കി പറഞ്ഞാലും മതി. 3 ദിവസത്തിനകം വ്യക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ചക്രപാണി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. അല്ല, ഈ പ്രേമവും പ്രസിഡന്റ് സ്ഥാനവുമായിട്ട് എന്താ ബന്ധം? ഇത് വെറുമൊരു പ്രേമമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരും തമ്മിലുള്ള പ്രശ്നം. ഇവിടെ ചങ്കൂറ്റം കാണിക്കാതെ പ്രസിഡന്റ് പിന്മാറിയാൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഒന്നുമില്ല, പ്രേമം ഒരു ലളിതകലയുടെയും കണ്ടുകൂടെ പ്രസിഡന്റ്? അത് തന്നെ.